ജൂലൈ മാസത്തിലെ ICCയുടെ മികച്ച പുരുഷ ക്രിക്കറ്റ് താരമായിട്ട് നമ്മുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്താല്ലേ, പുള്ളിക്ക് ഡിസേർവിംഗ് ആണ്. സൗത്ത് ആഫ്രിക്കൻ താരം റിയാൻ മുൾഡറയും ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സിനെയും മറികടന്നാണ് അദ്ദേഹം മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ജൂലൈ മാസത്തിൽ 567 റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തിരിക്കുന്നത്. 94.50 ശരാശരിയോടുകൂടി 2 സെഞ്ചുറികളും ഒരു ഇരട്ട സെഞ്ചുറിയോടും കൂടിയാണ് ഈ നേട്ടം കൊയ്തിരിക്കുന്നത്. തീർച്ചയായും അദ്ദേഹം ജൂലൈ എന്നല്ല, ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിലൊക്കെ മികച്ച ഒരു താരമായിക്കൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. ക്യാപ്റ്റൻസിയിൽ അദ്ദേഹം കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന ഏഷ്യ കപ്പാണ്. ബട്ട് ഏഷ്യ കപ്പിൽ ഇദ്ദേഹം ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള ചർച്ച കാര്യമായിട്ട് ഇങ്ങനെ ചൂടുപിടിച്ച് വരുന്നുണ്ട്. ഇത്രയും മിന്നും ഫോമിലുള്ള ഒരാളെ ഒഴിവാക്കാൻ പറ്റുമോ? ഇനി എടുത്താൽ ആർക്ക് പകരം ഇറക്കും? തല പുകയോ ശരിക്കും സെലക്ടേഴ്സിൻ്റെ. എന്തായാലും ശുഭ്മാൻ ഗില്ലിനെ അഭിനന്ദനങ്ങൾ. അങ്ങനെ AB ഡിവിലിയേഴ്സ് പുനർജനിച്ചിരിക്കുകയാണ് ക്രിക്കറ്റിൽ. ഈ ചെക്കൻ, ഈ പയ്യൻ ഡെവാൾഡ് ബ്രവിസ്, ഇദ്ദേഹം ആദ്യ കളി കളിച്ചപ്പം മുതലേ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ശൈലി കണ്ടിട്ട് വിളിക്കുന്നത് ബേബി AB എന്നാണ്. കാരണം AB ഡിവിലിയേഴ്സിൻ്റെ അതേ ബാറ്റിംഗ് ശൈലി, മിന്നും ഷോട്ടുകൾ, അതായത് ഫാസ്റ്റ് ബോളറെ വരെ സ്വീപ്പ് ചെയ്ത് 6 അടിക്കുന്നു, 360 ഡിഗ്രി പ്ലെയർ. തീർച്ചയായും ഈ പയ്യൻ ഇനി സൗത്ത് ആഫ്രിക്കയുടെ കുന്ത മുനിയാവാൻ പോകുകയാണെന്ന് മാത്രമായിരുന്നു എല്ലാവരും ചർച്ച. IPL നടത്തു, അങ്ങനെ എല്ലാം നടത്തുന്നത് കുറച്ച് നാൾക്ക് മുമ്പുള്ള കാര്യമാണ്. പക്ഷേ ഈ അമിതമായ വാർത്താ പ്രാധാന്യവും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കാര്യമായ രീതിയിൽ ബാധിച്ചു. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി തിളങ്ങാൻ കഴിഞ്ഞില്ല, IPL ടീമിനും വേണ്ടി തിളങ്ങാൻ കഴിഞ്ഞില്ല. മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്, മുംബൈ ഇന്ത്യൻസിന് വേണ്ടി തിളങ്ങാനായില്ല. അങ്ങനെ IPL നിന്നും ഔട്ടായി, സൗത്ത് ആഫ്രിക്കൻ ടീമിൽ നിന്നും ഔട്ടായി. പക്ഷേ അവിടുത്തെ ലീഗുകളിലൊക്കെ വീണ്ടും അദ്ദേഹം മിന്നും ഫോമിൽ കളിച്ച് പതുക്കെ കയറാൻ തുടങ്ങി. കഴിഞ്ഞ വർഷം IPL പകരക്കാരനായിട്ട് CSKയിലെത്തി. ഇതാ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി കളിച്ചപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ഏറ്റവും വേഗത്തിൽ T20 സെഞ്ചുറി നേടുന്ന താരമായി ഇന്നലെ ഓസ്ട്രേലിയക്കെതിരെ ഡെവാൾഡ് ബ്രവിസ്, അതായത് ബേബി AB 41 ബോളിലാണ് സെഞ്ചുറി അടിച്ചത്. 56 ബോളിൽ 125 നോട്ട് ഔട്ടായിരുന്നു അദ്ദേഹം. കളി കണ്ടിരിക്കില്ല, 8 6, 8 AB ഡിവിലിയേഴ്സിൻ്റെ 6 തന്നെ. ഡേഞ്ചറസ് ബാറ്റ്സ്മാൻ, കണ്ടറിയാം. നോക്കിയോ, ഇദ്ദേഹം ഇനി ഒരു തകർക്കാൻ പോകുന്നത് ചെറിയ പയ്യനാണ്. 22-23 വയസ്സേ, ഇത് നോട്ടപ്പള്ളി ആവാൻ പോകുന്ന ആളാണ് ബ്രവിസ്. അടുത്ത IPL ചെക്കൻ കുറച്ച് കോടി അടിച്ചെടുക്കും. ഈ വെസ്റ്റ് ഇൻഡീസിൻ്റെ കാര്യം പറഞ്ഞ പോലെ നാൾക്ക് നാൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രിക്കറ്റ് ടീം എന്ന് പറയുന്നത് പാകിസ്ഥാനാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാ മേഖലകളിലും അവർ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. T20-യിലാണെങ്കിലും ടെസ്റ്റിലാണെങ്കിലും, ടെസ്റ്റിൽ അമ്പേ പരാജയം, പിന്നെ ODI-യിലാണെങ്കിലൊക്കെ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മികച്ച കളിക്കാരുണ്ട്, പക്ഷേ അവർ ഫോമിലാവുന്നില്ല. പിന്നെ അവരെ മേയ്ക്കാൻ ആക്ച്വലി അവിടുത്തെ ആൾക്കാർക്ക് പറ്റുന്നില്ല. സൂപ്പർ താരങ്ങൾ ബാബർ അസം ആണെങ്കിലും, റിസ്വാൻ ആണെങ്കിലും, ഷാഹിൻ അഫ്രീദി ആണെങ്കിലും, ഇവരൊക്കെ തമ്മിലും അടിയാണ് ടീമിലെ. അങ്ങനെ മൊത്തത്തിൽ ആകെ കുളമായി നിൽക്കുകയാണ്. ആ പാകിസ്ഥാനാണ് ഈ നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന വെസ്റ്റ് ഇൻഡീസിനോട് ഒരു പരമ്പരയ്ക്കായിട്ട് വെസ്റ്റ് ഇൻഡീസിൽ പോയത്. ആദ്യ മത്സരം പാകിസ്ഥാൻ ജയിച്ചു ODI-യിൽ. ഇപ്പം നമ്മൾ വിചാരിച്ചു, ഇത് കൊള്ളാലോ, ഇവർ ടീമിലെ കളിയാണെങ്കിലും നല്ല രീതിയിൽ കളിക്കുന്നുണ്ടല്ലോ എന്ന്. രണ്ടാമത്തെ മൂന്നാമത്തെ മത്സരത്തിൽ തോറ്റ്. ഇന്നലത്തെ ഇപ്പോൾ അവസാന മത്സരത്തിൽ അമ്പേ തോറ്റുപോയി. 294 റൺസാണ് ആദ്യം വരുന്നത് വെസ്റ്റ് ഇൻഡീസ് നേടിയത്. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ പാകിസ്ഥാൻ 92 ഔട്ടായിപ്പോയി. 92 റൺസിന് ഔട്ട് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ പോലെ നാണം കെട്ടു. ബാബർ അസാമും റിസ്വാനും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ബാബർ അസം, അതായത് നെക്സ്റ്റ് വിരാട് കോഹ്ലിയുടെ റെക്കോർഡുകൾ തകർക്കാൻ പോകുന്ന ആളെന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാൻ ഇങ്ങനെ പോയി കാണിച്ച ആൾ സെഞ്ചുറി അടിച്ച കാലം പറഞ്ഞു. 72-73 ഇന്നിങ്സ് ഉണ്ടായി അദ്ദേഹം അവസാനം സെഞ്ചുറി അടിച്ചിട്ട്. ഓൾറെഡി T20-യിൽ അദ്ദേഹം തീരുമാനമായി. കാരണം T20-യിൽ നിന്ന് പുറത്തായി, ഇനി എടുക്കാൻ സാധ്യതയില്ല എന്നാണ് അവരുടെ തന്നെ ആൾക്കാർ പറയുന്നത്. ഇങ്ങനെ പോയാൽ ODI-യിൽ നിന്നും പുറത്താവും. ടെസ്റ്റ് ടീമിൽ നിന്ന് ഓൾറെഡി ഔട്ടായിരുന്നു, പിന്നെ ഒന്ന് എടുത്തു, പക്ഷേ ഫോമിലൊന്നും ആയിട്ടില്ല. അങ്ങനെയെങ്കിൽ ബാബർ അസാമിന് നമുക്ക് അധിക കാലമൊന്നും പാകിസ്ഥാൻ ടീമിൽ കാണാൻ കഴിയില്ല. അവിടുത്തെ ടീമിലെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വലുതാണ്, ഇന്ത്യയിലേക്കാളും വലുതാണ്. ഇന്ത്യയിൽ അത്രയ്ക്കില്ല. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പറ്റുന്നില്ലെങ്കിൽ അവന് ഇനി ഏതവനാണെങ്കിലും ഔട്ട്, ആ ഒരു ലെവലിലേക്കാണ് ബാബർ അസാം പോയിക്കൊണ്ടിരിക്കുന്നത്. കഷ്ടം. നല്ലൊരു പ്ലെയറൊക്കെ തന്നെ, നല്ല ഷോട്ടുകളൊക്കെ ഉള്ളതായിരുന്നു. ഇത് ചെയ്യാൻ പറ്റും. ഇനി ഏഷ്യ കപ്പേ ഉള്ളൂ അവർക്ക് ഇതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് വരാനായിട്ട്. എന്താണെന്നറിയാം. കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് വളരെയധികം ഒരു സന്തോഷ വാർത്ത. കേസിൽ തുടങ്ങാൻ പോകുന്ന കാര്യമല്ല കേട്ടോ, അത് ഒരു വലിയ സന്തോഷം തന്നെയാണ്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് അത് നടക്കുന്നത്. അതേ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിനെ ഓർത്ത്, അല്ലെങ്കിൽ ആ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം നമുക്ക് വീണ്ടും ഒരു സന്തോഷിക്കാനുള്ള അവസരം തരികയാണ്. ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ലോകകപ്പ് വരും. യെസ്, വനിതാ ലോകകപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ. അതായത് സെപ്റ്റംബർ 30 മുതൽ ഒക്ടോബർ 25 വരെയാണ് ICC ലോകകപ്പ് ഇന്ത്യയിൽ വെച്ച് നടക്കുന്നത്. അതിൽ 2 മത്സരങ്ങൾ നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. ഒക്ടോബർ 3 ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക മത്സരവും ഒക്ടോബർ 26 ഇന്ത്യ ബംഗ്ലാദേശ് മത്സരവും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. സെപ്റ്റംബർ 25-നും 27 നടക്കുന്ന 2 സന്നാഹ മത്സരങ്ങളും കാര്യവട്ടത്ത് വെച്ച് നടക്കുന്നുണ്ട്. ബംഗളൂരുവിലെ ചിന്നസ്വാമിയിൽ ഷെഡ്യൂൾ ചെയ്ത മത്സരങ്ങളാണ് കാര്യവട്ടത്തേക്ക് മാറ്റുന്നത്. ബാംഗ്ലൂരിൽ വിചാരിച്ച മത്സരമായിരുന്നു. അത് RCB IPL കപ്പ് അടിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം അവിടെ ചെറിയ ഇഷ്യൂ നടക്കുകയാണല്ലോ. അതുകൊണ്ട് ആ മത്സരങ്ങളാണ് ഇപ്പോൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് കിട്ടിയിരിക്കുന്നത്. അത് കേരള ക്രിക്കറ്റിനും കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്കും വലിയൊരു അവസരമാണ്. കിടിലൻ പ്ലെയേഴ്സ് ഉണ്ട്, വനിതാ പ്ലെയേഴ്സ്, മനസ്സിലായില്ലേ. ഈ കളികളിൽ ഒരെണ്ണം ഇന്ത്യയുടെ കളി തന്നെയാണ് താനും.
സ്മൃതി ബന്ധാനിനൊക്കെ ഒന്ന് പോയി കാണാം. ടിക്കറ്റ് എടുത്ത മക്കളെ. ആരെ സഞ്ജു രാജസ്ഥാൻ വിടുമെന്ന് ഏകദേശം തീരുമാനമായി അല്ലേ? ആയി. അതിപ്പം ട്രേഡിലൂടെയാണോ സഞ്ജുവിനെ ടീമിൽ നിന്ന് ഇവർ മാറ്റുന്നത്, അതോ ഇവർ റിലീസ് ചെയ്തിട്ടാണോ എന്ന് കണ്ടറിയണം. അവർക്ക് ഏതാണ് ലാഭകരം അതാണ് അവർ ചെയ്യുക. തീർച്ചയായും ട്രേഡ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇല്ലെങ്കിൽ റിലീസ് ചെയ്യും. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലേലത്തിൽ ഏറ്റവും കൂടുതൽ പൈസ കൊണ്ടുപോകാൻ പോകുന്നത് സഞ്ജു സാംസൺ തന്നെയായിരിക്കും. അത് യാതൊരു തർക്കമില്ല. പക്ഷേ എന്തിനാണ് സഞ്ജു ഒരു ക്യാപ്റ്റനായിരിക്കെ സഞ്ജു ഈ ടീമിൽ വിടുന്നത് എന്നുള്ളൊരു ചോദ്യം ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അല്ലേ? ഈ കഴിഞ്ഞ സീസണിൽ മാത്രമേ കുറച്ച് മോശമായിട്ടുള്ള രാജസ്ഥാൻ കളിച്ചിട്ടുള്ളൂ. അതിപ്പോൾ സഞ്ജുവിന് അതിൻ്റെ ഇടയ്ക്ക് പരിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ടീം വിടേണ്ട ഒരു കേസൊന്നും ഇല്ല. പക്ഷേ എന്തോ ഒരു ഇഷ്യൂ ഉള്ളിൽ നടക്കുന്നുണ്ട്. നമ്മൾ ആദ്യമായി കേട്ട ഒരു കാര്യമാണ് കോച്ച് ദ്രാവിഡുമായിട്ട് അദ്ദേഹം അത്ര രസത്തിലല്ല. ടീം കോമ്പിനേഷൻ ഇടുന്നതിലും ഒക്കെ പല പല പ്രശ്നങ്ങൾ ദ്രാവിഡുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ അത് തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ആളുകൾ ചർച്ച ചെയ്തു ജയ്സ്വാളുമായിട്ട് എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ട്. അതല്ല, ഇദ്ദേഹത്തിന് പരിക്കുപറ്റിയപ്പോഴാണല്ലോ വൈഭവ് സൂര്യവംശീനെ ടീമിലെടുത്ത്. അദ്ദേഹമാണ് മിന്നും ഫോമിൽ കളിച്ചു. പിന്നീട് ആ ഓപ്പണിംഗ് ഇതിലേക്ക് വരാൻ കഴിഞ്ഞില്ല. ഇദ്ദേഹം വണ്ടവണൊക്കെ ആയിട്ട് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ അതൊക്കെയാണോ ഇദ്ദേഹത്തിന് ടീം വിടാൻ നിർബന്ധിക്കുന്നത് എന്നുള്ളൊരു ചിന്താഗതി ആരാധകർ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിയുന്നതൊന്നും അല്ല. ഇവരാരും അല്ല പോലും. അതായത് സഞ്ജു പരിക്ക് പറ്റി പുറത്ത് പോയപ്പോൾ പകരം ക്യാപ്റ്റനായത് റിയാൻ പരാഗാണ്. യവനാണ് സഞ്ജുവിനെ പുകച്ച് പുറത്ത് കാണിക്കാനുള്ള പണി അവിടെ ഒരുക്കുന്നതെന്നാണ് ഇപ്പം റിപ്പോർട്ടുകൾ പറയുന്നത്. രാജസ്ഥാൻ റോയൽസുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. റയാൻ പരാഗൻ ഇനി അവിടെ ക്യാപ്റ്റനായിട്ടിരിക്കണമെങ്കിൽ സഞ്ജുവോട് പറ്റില്ലല്ലോ. അവൻ അങ്ങനെ ക്യാപ്റ്റൻസി സുഖം പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടതുപോലെ പറയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേട്ട കാര്യം നിങ്ങളോട് പറഞ്ഞു കേട്ടോ.